നമസ്കാരം. 2018 ഫെബ്രുവരി 21 കോട്ടയത്തെ ചെറുവള്ളിപുരത്തെ അനുഗ്രഹ കോളനിയിലെ ഏതൻ ഹൗസിലേക്ക് ആ സമയത്താണ് ആ ലേഡി എത്തുന്നത്. അപ്പൊ സമയം രാത്രി 8 മണിയാണ്. അവർ സാധാരണ ആ സമയത്താണ് ആ വീട്ടിലേക്ക് വരിക. അവിടെയാണ് ഗ്രേസി താമസിക്കുന്നത്. ഗ്രേസിക്ക് കൂട്ടുകിടക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അടുത്ത അയൽവാസിയായ സരസ്വതി അങ്ങോട്ട് വരുന്നത്. സരസ്വതി ആ വീടിന്റെ മുൻവശത്ത് എത്തുമ്പോൾ വീടിന്റെ മുൻവശത്തെ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. പക്ഷെ വീടിനകത്ത് പ്രകാശമുണ്ട്. അവര് മുൻഭാഗത്തെത്തി ബെല്ലടിച്ചു. ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കാം, പക്ഷേ വാതിൽ തുറക്കുന്നില്ല. എന്നാൽ ജനാലയിൽ കൂടി കാണുന്ന പ്രകാശവും ശബ്ദവും ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, അകത്ത് നല്ല ഓളിയത്തിൽ ടി വി വെച്ചിരിക്കുകയാണ്. ഈ ഗ്രേസി ടി വി വെച്ചിരുന്നാൽ ബെല്ലടിച്ച പോലും ശ്രദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി ആ വീടിന്റെ പുറകിലേക്ക് നടന്നു. അവർക്കറിയാം ആ പുറകിലത്തെ വാതിൽ മിക്കവാറും ചാരിറ്റേ ഉണ്ടാവും. അവരവിടെ ചെല്ലുമ്പോൾ അവര് പ്രതീക്ഷിച്ചു തന്നെയാണ് സംഭവം. വീടിന്റെ വാതില് ചാരിറ്റേ ഉള്ളൂ. സരസ്വതി ആ വാതില് തള്ളി തുറന്ന് അകത്ത് കടന്നതിന് ശേഷം വീടിന്റെ വാതിലങ്ങ് അടച്ചു. അവര് അടുക്കളയിൽ നിന്ന് ഹാളിന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഗ്രേസിയെ കാണാം. ഗ്രേസി അവിടെ സോഫയിൽ ചാരി ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടി വിയിൽ ഏതോ ഒരു പഴയ സിനിമയാണ് പ്ലേ ചെയ്യുന്നത്. ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഗ്രേസിക്ക് ഒരു നാണമില്ലേ? അവര് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ടി വി കണ്ട രംഗം അത്തരത്തിൽ ഒന്നായതുകൊണ്ടാണ് സരസ്വതി ആ ഡയലോഗ് പറഞ്ഞത്. അവര് നടന്ന് ഗ്രേസിയുടെ പുറകിലൂടെ ആ ടി വിയുടെ മുന്നിലേക്ക് വന്ന് അവിടെയുള്ള സെറ്റിലേക്ക് ഇരുന്നു. ഗ്രേസിയോട് രണ്ട് പറയാം എന്ന് കരുതിയാണ് സരസ്വതി അങ്ങനെ വന്നിരുന്നത്. ഗ്രേസി, നീ എന്താ? ഗ്രേസി, ഇത് എന്താ എന്ന് സരസ്വതി പറയുമ്പോൾ സരസ്വതിയുടെ വാക്കുകൾ അവിടെ മുറിയുകയാണ്. അവര് പെട്ടെന്ന് ചാടി എണീറ്റ് പോവുകയാണ്. അവർ അമ്പരപ്പോടെ മുന്നിലിരിക്കുന്ന ഗ്രേസിയെ കണ്ണു തുറിച്ചു നോക്കി. ശരിക്കും ഞെട്ടിപ്പോയ സരസ്വതി നേരെ ഓടിയത് വാതിലിന്റെ അടുത്തേക്കാണ്. ആ മുൻവശത്തെ വാതിലിൽ താക്കോല് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അവരെ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ അവർ വീണ്ടും തിരിഞ്ഞ് ഗ്രേസി ഒന്ന് നോക്കി. ശരിക്കും ഒരു വിറയൽ അവരുടെ കാലിക്കുടി അങ്ങ് ദേഹത്തേക്ക് ഇരച്ചു കയറുകയാണ്. പുറത്തേക്ക് ചാടി ഇറങ്ങിയ സരസ്വതി സമീപത്തുള്ള വീട്ടിലേക്കാണ് ഓടിച്ചെന്നത്. അവിടെ അവരുടെ മരുമകളുണ്ട്. മരുമകളുടെ അടുത്തേക്ക് ഓടിയെത്തിയ സരസ്വതിക്ക് ശരിക്കും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അമ്മ എന്താ പറ്റിയ? മരുമകൾ അങ്ങനെ ചോദിക്കുമ്പോൾ സരസ്വതിയുടെ നെഞ്ചു കിടന്ന് ഇടിക്കുന്നത് കൃത്യമായി കാണാം. അവർ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. ഒരു പരുവത്തിൽ മരുമകൾ സരസ്വതിയെ ഒന്ന് ആശ്വസിപ്പിച്ചപ്പോ സരസ്വതി മരുമകളോട് പറഞ്ഞു, പ്രിയ, അവിടെ ഗ്രേസി എനിക്ക് എന്തോ പറ്റി? ഗ്രേസിക്ക് എന്തോ പറ്റി. പക്ഷെ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ സരസ്വതിക്ക് പറ്റുന്നില്ല. ഈ സമയത്താണ് ശബ്ദം കേട്ട് പ്രിയയുടെ ഹസ്ബൻഡ് പുറത്തേക്ക് വരുന്നത്. അവൻ റൂമിൽ കിടക്കുകയാണ്. എന്താ സംഭവം? പ്രിയയോട് അവൻ അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൻ അവന്റെ അമ്മയെ കാണുന്നത്. അവന്റെ അമ്മ സരസ്വതി അവിടെ ഏതാണ്ട് തളർന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്തോ പറ്റി? സനല് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രിയ സനലിനോട് പറഞ്ഞു, സനലേട്ടാ, അമ്മ ഗ്രേസി ആന്റിയുടെ വീട്ടിൽ പോയിട്ട് ഭയന്ന് ഇങ്ങോട്ട് ഓടി വരികയാണ്. ഗ്രേസി ആന്റിയുടെ വീട്ടിൽ പോയിട്ട് ഭയന്ന് വന്നു. അവിടെ എന്താ സംഭവിച്ചത്? എന്താന്ന് അറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് സനല് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും സരസ്വതി സനലിന്റെ കയ്യിലെങ്ങ് പിടിച്ചു. പെട്ടെന്ന് അമ്മ കയ്യിൽ പിടിച്ചതും സനൽ അവിടെ നിന്നു. അവൻ തിരിഞ്ഞ് സരസ്വതി നോക്കുമ്പോൾ സരസ്വതി സനലിനോട് പറഞ്ഞു, ഇടാ, നീ ആളുകളെ അറിയിക്കുക, ഒറ്റയ്ക്ക് പോണ്ട. അവർക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എന്തോ ഒന്ന് ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് സരസ്വതിയുടെ ആ ചേഷ്ടകളും ശബ്ദവും ഒക്കെ വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കിയ സനൽ ആ നിമിഷം തന്നെ സമയത്തുള്ള വീടുകളിലേക്ക് വിവരം അറിയിച്ചു. ഏതാണ്ട് 4-5 മിനിറ്റ് കഴിഞ്ഞതും ഒരു വലിയ ടീം ഗ്രേസിയുടെ വീട്ടിലെത്തി. ഗ്രേസിയുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നിട്ടിട്ടാണ് സരസ്വതി പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. ആ വാതിൽ വഴി അകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന നിമിഷത്തിനെ ആളുകൾ ആ കാഴ്ച കാണുകയാണ്. അധികം സമയം കഴിയുമ്പോൾ വിവരം പോലീസ് അറിഞ്ഞു. പോലീസ് സംഭവ സ്ഥലത്തെത്തി. അപ്പോഴേക്കും രാത്രി 10 മണിയായിട്ടുണ്ട്. പോലീസ് എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടി നിൽക്കുകയാണ്. വൻ പണക്കാരാണ് ആ കോളനിയിൽ താമസിക്കുന്നത്. പിന്നെ ഉള്ളത് പാരമ്പര്യമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുമാണ്. കോട്ടയം ടൗണിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ റബ്ബർ മുതലാളിമാരും ബിസിനസ്സുകാരും ഒക്കെ ഈ കോളനിയിലാണ് വീട് വാങ്ങുക. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായ റോഡുള്ള ആ പരിസരം പെട്ടെന്ന് തന്നെ ആളുകളെ കൊണ്ടങ്ങ് നിറഞ്ഞു. പലരും സംഭവം അറിഞ്ഞ് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് ഓടിയെത്താൻ തിടുക്കമുണ്ടായതും ആ കോളനികളിൽ താമസിക്കുന്ന ആളുകളുടെ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. ഒരുപാട് ഹയർ പോസ്റ്റിലേക്ക് ഇരിക്കുന്ന ആളുകൾ കൂടി ആ കോളനിക്കകത്തുണ്ട്. പോലീസ് സംഭവ സ്ഥലത്തെത്തി. അവര് അകത്തേക്ക് കടന്നു. ഹരികൃഷ്ണൻ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അദ്ദേഹം ശരിക്കും ആ കാഴ്ച കണ്ട് വല്ലാതൊന്ന് ഉലഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ധാരാളം ഇത്തരം കേസുകൾ കണ്ട തഴക്കവും പഴക്കവുമുള്ള ആളാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ. പക്ഷെ ഇപ്പോ അദ്ദേഹം കാണുന്ന ആ കാഴ്ച അദ്ദേഹത്തെ വലത് ഉലച്ചിരിക്കുകയാണ്. അവിടെ ആ സോഫയിൽ ചാരിയിരിക്കുന്ന ഗ്രേസിയുടെ കഴുത്തിൽ ശക്തമായി എന്തുകൊണ്ട് കുത്തി
വലിച്ചു കീറിയതിന്റെ ഒരു അടയാളമാണ് കാണുന്നത്. കഴുത്ത് രണ്ടായി പിളർന്നങ്ങനെ ഇരിക്കുകയാണ്. ആ പിളർപ്പിലൂടെ ഒഴുകി ഇറങ്ങിയ രക്തം ഗ്രേസിയുടെ ആ ഡ്രസ്സ് പൂർണ്ണമായും ചുവപ്പിച്ചിരിക്കുകയാണ്. ആ രക്തം അവരുടെ ബോഡി കൂടി ഒഴുകി തറയിൽ ഒരു തളം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഭീകര കാഴ്ച. ആ സ്ത്രീ പക്ഷേ ചാരിയിരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവര് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് വ്യക്തം. ആ ഗ്രേസിയെ പുറകുവശത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് ഒരിക്കലും അവർ മരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകില്ല. അതാണ് സിറ്റുവേഷൻ. വിവരം ഫോറൻസിക് ടീമിനെ അറിയിച്ചെങ്കിലും ആ രാത്രിയിൽ ഫോറൻസിക് വിദഗ്ധർക്ക് അവിടെ എത്താൻ കഴിയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബോഡി എത്തിച്ചതിന് ശേഷം ചെയ്യാമെന്നുള്ള ധാരണയിൽ അവിടെ നിന്ന് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ആ വീടും പരിസരവും സസൂക്ഷ്മമായി ഹരികൃഷ്ണൻ ടീമും പരിശോധിക്കുന്നുണ്ട്. ആ വീടിനകത്ത് വാതിലുകളോ ജനാലകളോ വേറെ തുറന്നു കിടപ്പില്ല. മുൻവശത്തെ വാതില് മാത്രമാണ് തുറന്നു കിടക്കുന്നത്. കൊല ചെയ്തിട്ട് പ്രതി മുൻവശത്തെ വാതിലിൽ കൂടി പുറത്തു പോയി കാണും എന്നുള്ള ഒരു ധാരണയിലേക്ക് ഹരികൃഷ്ണൻ എത്തുമ്പോഴാണ് അവിടെ സംഭവം ആദ്യം കണ്ട സരസ്വതിയുടെ മൊഴി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് കഥയുടെ ആ പശ്ചാത്തലം മനസ്സിലാകുന്നത്. പുറകുവശത്തെ വാതിലിലൂടെയാണ് പ്രതി പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇത് ഒരാള് ഒറ്റയ്ക്ക് ചെയ്തതാണോ അതോ ഒന്നിലധികം ആളുകൾ ഇടപെട്ട് ചെയ്തതാണോ എന്ന് കൃത്യമായും പറയാൻ പറ്റാത്ത ശൈലിയിൽ വളരെ ഷാർപ്പായിട്ട് കൊല നടത്തിയിരിക്കുകയാണ്. ഗ്രേസി എന്ന വ്യക്തിയെ കൊല്ലാൻ എന്താണ് കാരണം? എന്തെങ്കിലും മോട്ടീവ് വേണമല്ലോ ഒരു കൊലപാതകം നടക്കാൻ. അപ്പോഴാണ് സരസ്വതി ഗ്രേസിയുടെ ആ ബോഡിയിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നതും ആ കാര്യം ഹരികൃഷ്ണന്റെ ശ്രദ്ധപ്പെടുത്തുന്നതും. സർ, ഗ്രേസി എപ്പോഴും ധാരാളം വളകൾ അണിയാറുണ്ട്, പക്ഷെ കയ്യിലിപ്പോ വളയില്ല. വളരെ വ്യക്തമാണ് സരസ്വതിയുടെ ആ വാചകം. പോലീസിന് ആ നിമിഷം തന്നെ ആ കൊലപാതകത്തിന്റെ മോട്ടീവ് മനസ്സിലായി. പക്ഷെ അപ്പോഴും വേറൊരു സംശയം, അത് ഗ്രേസിയുടെ മാല വഴിയാണ് ഉണ്ടായത്. ഗ്രേസിയുടെ കഴുത്തിൽ ഒരു കറുത്ത മാല കിടപ്പുണ്ട്. കറുത്ത മുത്തുകളും ഇടയ്ക്ക് സ്വർണ്ണ മുത്തുകളും കലർന്ന ഒരു മാലയാണ്. മോഷണം ലക്ഷ്യമിട്ട പ്രതി എന്തുകൊണ്ട് ആ മാല എടുത്തില്ല? അതൊരു ചോദ്യമാണ്. പക്ഷെ ആ മാലയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ വിദഗ്ധർക്ക് മാത്രമേ അതൊരു സ്വർണ്ണമുത്തുള്ള മാലയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ധാരാളം ആ ശൈലിയിലുള്ള റോൾഡ് ഗോൾഡ് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടാകാൻ ചിലപ്പോ പ്രതികൾ ആ മാല എടുക്കാത്തത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കറുത്ത മുത്തുള്ള മാലയൊക്കെ പലപ്പോഴും പറഞ്ഞു ചെയ്യിക്കുന്നതാണ്. ആ മാല എടുത്തതിന് ശേഷം എവിടെയെങ്കിലും പണയം വെക്കാൻ കൊണ്ടുചെന്നാൽ ഉടൻ പിടിവിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ കള്ളന്മാർക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. സാധാരണ കള്ളനാണെങ്കിൽ ഉറപ്പായി ആ മാല എടുത്തനെ. ഇത് മാല നോക്കിയിട്ട് അതെടുത്താൽ ശരിയാകില്ല എന്ന് ഉറപ്പുള്ള കള്ളനാണ് ഇത് ചെയ്തിരിക്കുന്നത്. കള്ളനാണോ കള്ളന്മാരാണോ എന്നത് മാത്രമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. എന്തായാലും വളരെ സ്മാർട്ടായിട്ട് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആ രാത്രിയിൽ ആ ക്രൈം സീൻ ലോക്ക് ചെയ്യല്ലാതെ പോലീസിന് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കെട്ടിടം ലോക്ക് ചെയ്ത് പോലീസ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സമീപത്തേക്ക് നിൽക്കുന്ന ആളുകൾ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചത്? ആരായി കുറ്റകൃത്യം ചെയ്തത്? ആ കോളനി ഒരു പ്രശ്നവുമില്ലാത്ത ഒരു കോളനി എന്ന ലേബൽ ഉള്ളത് കൊണ്ടാണ് പലരും അവിടേക്ക് എത്തിയതും വീട് വാങ്ങിച്ചതും താമസിക്കുന്നതൊക്കെ. അവരുടെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ പഴയ ആളുകളും പുതിയ ആളുകളുമായി എന്നിട്ട് മിങ്കിൾ ചെയ്താണ് അവിടെ താമസിക്കുന്നത്. പഴയ കുടുംബങ്ങൾ എന്ന് പറയാൻ വേണ്ടി ഒരു 7-8 കുടുംബങ്ങളേ ഉള്ളൂ. പുതിയ ആൾക്കാരാണ് ഏകദേശം 70-ലധികം ഉള്ളത്. ഒരു 10-50 വീടുകൾ ആ കോളനിക്കകത്തുണ്ട്. ആ കോളനിയിൽ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. മെയിൻ റോഡിൽ തിരക്ക് കൂടുമ്പോൾ പലരും ബൈ റൂട്ടായിട്ട് എടുക്കുന്നത് ഈ കോളനി റോഡാണ്. ഈ കോളനി റോഡിന്റെ ഒരു എൻഡ് മെയിൻ റോഡിന്റെ കിഴക്ക് ഭാഗത്തും മറ്റേ എൻഡ് പടിഞ്ഞാറ് ഭാഗത്തും ചെന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോഡ് പലപ്പോഴും ആളുകൾ ഷോർട്ട് കട്ടായി എടുക്കാറുണ്ട്. അതൊരു അസൗകര്യമായിട്ട് ഈ കോളനി നിവാസികൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ മെയിൻ റോഡിൽ തടസ്സം ഉണ്ടാകുമ്പോൾ വാഹനങ്ങളുടെ ഒരു നിര തന്നെ ഇതുവഴി പോകും. അങ്ങനെ പോകത്തക്ക വീതി അവിടുത്തെ ആ റോഡിനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയ ഫോറൻസിക് വിഭാഗവും അതുപോലെ പോലീസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല വീതിയുള്ള റോഡ്, നല്ല അടിപൊളി വീടുകൾ. പക്ഷെ വീടുകളിലൊന്നും അധികം CCTV ക്യാമറകളൊന്നുമില്ല. CCTV ക്യാമറ ഉള്ളത് റോഡ് തുടങ്ങുന്നിടത്തും റോഡ് എൻഡിന്നിടത്തുമാണ്. ആ റോഡിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങളും ആളുകളും തിരിച്ചറിയാൻ വേണ്ടി ബോധപൂർവം ആ കോളനി സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളാണ് ഉള്ളത്. അതെന്തായാലും തങ്ങൾക്ക് ഗുണപ്പെടുമെന്ന് അവിടേക്ക് കടക്കുമ്പോൾ തന്നെ പോലീസിന് ഒരു തോന്നൽ ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്. അവര് വെയിറ്റ് ചെയ്യുന്നത് വയനാടുള്ള ഗ്രേസിയുടെ മകൾക്ക് വേണ്ടിയാണ്. ഗ്രേസിയുടെ മകൾ വയനാട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഗ്രേസിയുടെ മകൻ ഗൾഫിലാണ്. ആകെ 2 കുട്ടികളെ ഉള്ളൂ. ഗ്രേസി കുര്യന് 54 വയസ്സാണ് പ്രായം. ഏകദേശം 1 കൊല്ലം മുമ്പാണ് അവരുടെ ഹസ്ബൻഡ് കുര്യൻ മരിക്കുന്നത്.
ഈ വിവരങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. രാത്രി തന്നെ വയനാടുള്ള ഗ്രേസിയുടെ മകള് വിവരം അറിഞ്ഞിട്ടുണ്ട്. അവര് അവിടെ നിന്ന് രാത്രിക്ക് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. മകൻ എത്തുന്ന കാര്യം ഇപ്പോ കൺഫേം ആയിട്ടില്ല. ടിക്കറ്റ് കിട്ടുന്ന അനുസരിച്ച് അവനും നാട്ടിലേക്ക് എത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ പോലീസും ഫോറൻസിക് ടീമും ആ ക്രൈം സീൻ പരിശോധിക്കുകയാണ്. തലേദിവസം രാത്രിയിൽ പോലീസ് ശ്രദ്ധിച്ച അതേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഫോറൻസിക്കിന്റെ ശ്രദ്ധയിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് ഫോഴ്സ്ഡ് എൻട്രികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജനാലകളും വാതിലുകളും ഒക്കെ ഇൻടാക്ട് ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. ബലം പ്രയോഗിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും ആ വാതിലുകളിലോ ജനാലകളിലോ ഇല്ല. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഗ്രേസിക്ക് പരിചയമുള്ളവരാണ് ആ വീടിനകത്തേക്ക് കടന്നത്. ആരായിരിക്കാം ഗ്രേസിക്ക് പരിചയമുള്ള ആ കൊലപാതകികൾ? സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം ആ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇതിനിടയിൽ ഒരു ടീം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ആ ബോഡിയുടെ കഴുത്തിൽ നല്ല മൂർച്ചയുള്ള എന്തോ ഒരു സാധനം ഉപയോഗിച്ച് കുത്തിയതിനു ശേഷം രണ്ട് ഭാഗത്തേക്കും വലിച്ച് നീട്ടി കീറിയാണ് ഗ്രേസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ആ ബോഡിയിൽ വേറെ മുറിവുകളില്ല എന്ന് പറയാൻ കഴിയില്ല. മുഖത്ത് നഖം കൊണ്ട് പോറിയതിന്റെ അടയാളമുണ്ട്. വേറെ ഒരു തരത്തിലുമുള്ള ബലപ്രയോഗവും ആ ബോഡിയിൽ നടന്നിട്ടുമില്ല. ആ ബോഡിയുമായി കണക്ട് ചെയ്തുകൊണ്ട് തലേദിവസം ആ ക്രൈം സീനിൽ നിന്ന് പോലീസ് എടുത്ത ഫോട്ടോസും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഭാഗത്ത് വെച്ചെടുക്കുന്ന ഫോട്ടോസും ഒക്കെ പോലീസിന്റെ ശേഖരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഫോറൻസിക് വിഭാഗം ആ ക്രൈം സീനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് ആ മുറിക്കുള്ളിൽ നിന്ന് പല വിഭവങ്ങൾ ശേഖരിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് കുറച്ച് മുടികളൊക്കെ കിട്ടി. ആ മുടികൾ അവര് പ്രത്യേകം കവറുകളിലാക്കുമ്പോഴാണ് അതിൽ ഒരു മുടിക്ക് ഒരു പ്രത്യേകത ഉള്ളതായി അവർക്ക് തോന്നിയത്. ആ മുടി കളേർഡാണ്, നിറം പിടിപ്പിച്ച മുടി. അവരൊരു പ്രത്യേക കവറിലേക്ക് മാറ്റിയതും പോലീസ് സരസിയോട് ആ വിവരം തിരക്കി. ഗ്രേസി മുടി ഡൈ ചെയ്യാറുണ്ടോ? ഇല്ല, ഗ്രേസിയുടെ മുടി ഒന്നുപോലും നരച്ചിട്ടില്ല. മുടി ഡൈ ചെയ്യുന്നത് ഗ്രേസിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യവുമായിരുന്നു. അതൊരു നിർണായകമായ വിവരമാണ്. കളർ ചെയ്ത മുടിയുള്ള ഒരാള് എന്തായാലും ആ വീടിനകത്ത് വന്നിട്ടുണ്ട്. അയാളുടെ തലയിൽ നിന്ന് എങ്ങനെയോ ഒരു മുടി താഴെ വീഴുകയും ചെയ്തു. ഫോറൻസിക്കാരെ ശരിക്കും അതിശയപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ആ വീടിനകത്തുനിന്ന് അപരിചിതരായ ഒരാളുടെയും ഫിംഗർ പ്രിന്റുകൾ അവർക്ക് ലഭിച്ചില്ല എന്നതാണ് അവരെ അതിശയപ്പെടുത്തിയത്. ഫിംഗർ പ്രിന്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അത് ഗ്രേസിയുടെയാണ്, പിന്നെ സരസ്വതിയുടെ ഉണ്ട്. ലഭിച്ച ഫിംഗർ പ്രിന്റുകൾ അപ്പോൾ തന്നെ അവർ വെരിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും അത് സരസ്വതിയുടെ ആണെന്നൊക്കെ കണ്ടെത്തിയത്. പിന്നീട് ഒരു ഫിംഗർ പ്രിന്റ് കണ്ടപ്പോൾ അത് വെരിഫൈ ചെയ്തപ്പോൾ അത് സരസ്വതിയുടെ മരുമകളുടെ ആണെന്ന് മനസ്സിലായി. സരസ്വതിയുടെ മരുമകൾ പ്രിയ അങ്ങനെയാണ് ഈ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച സരസ്വതിക്ക് പകരം പ്രിയയാണ് അവിടെ ആ ഗ്രേസിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. അതിനെ കാരണം സരസ്വതി സ്ഥലത്തില്ലായിരുന്നതാണ്. സരസ്വതി അവരുടെ മകളുടെ വീട്ടിലായിരുന്നു ഒരാഴ്ചയായിട്ട്. ഇന്നലെയാണ് അവര് മടങ്ങിയെത്തിയത്. മടങ്ങിയെത്തിയപ്പോൾ തന്നെ മരുമകളെ ആ ഡ്യൂട്ടിയിൽ നിന്ന് പിൻവലിച്ചിട്ട് അവരെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. ഫോറൻസിക് ടീം ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നിടയിൽ അവരുടെ ശ്രദ്ധ അവസാനം എത്തിയത് വാഷ് ബേസിനിലാണ്. വാഷ് ബേസിന് ശരിക്കും കഴുകിയിട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ നിന്ന് ഒരു കാര്യം കിട്ടി. ആ വാഷ് ബേസിന്റെ ചുവരിൽ നിന്നാണ് അവർക്കത് കിട്ടിയത്. രക്തത്തുള്ളി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. കൊല്ലാൻ ഉപയോഗിച്ച ആയുധം ആ വാഷ് ബേസ് വെച്ച് കഴുകിയപ്പോൾ ആ ആയുധത്തിൽ നിന്ന് തെറിച്ച് ചുവരിൽ പതിച്ച് അവിടെ പറ്റിപ്പിടിച്ചതാണ് ആ രക്തത്തുള്ളി എന്ന് വ്യക്തമാണ്. അതും ഫോറൻസിക് ടീം കളക്ട് ചെയ്തു. ഫോറൻസിക് ടീമിന്റെ പരിശോധനകൾ നടക്കുമ്പോഴേക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗം പൂർത്തീകരിക്കപ്പെട്ടു. ഡോക്ടേഴ്സ് അപ്പോൾ തന്നെ വിവരം സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. എന്തെങ്കിലും ക്ലൂ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ഡോക്ടേഴ്സ് ഹരികൃഷ്ണനോട് മരണസമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. മരണം നടന്നിരിക്കുന്നത് ഏകദേശം ഒരു 20 മണിക്കൂർ മുമ്പാണ്. പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ വാചകം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ മരണസമയം ഉച്ചയ്ക്ക് 1-നും 2-നും ഇടയിലാണെന്ന് അനുമാനിക്കുക. ഉച്ചയ്ക്ക് 1-നും 2-നും ഇടയിൽ മരണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് അന്വേഷണം വളരെ എളുപ്പമാവുകയാണ്. ആ സമയത്ത് അവിടെ ആ വീട്ടിലേക്ക് എത്തിയത് ആരാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രം മതി പോലീസിന് പ്രതിയെ പിടിക്കാൻ. ശരിക്കും ഊർജം തിരിച്ചു കിട്ടിയ പോലീസ് സംഘം ഉടൻ ആ ശൈലിയിൽ ഒരു അന്വേഷണം ആരംഭിച്ചു. സമീപത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിലെ ആളുകളെയൊക്കെ ലിസ്റ്റ് ചെയ്ത് അവരുടെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാണ്. തലേദിവസം ഉച്ചയ്ക്ക് ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് കണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസിന്റെ ചോദ്യത്തിന് സരസ്വതിക്ക് ഒരു മറുപടിയുണ്ട്. സരസ്വതി മകളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയതാണ്. ആ ഓട്ടോ വിടുന്ന സമയത്ത് അവര് വളരെ യാദൃശ്യവശാൽ ഗ്രേസിയുടെ വീടിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടിരുന്നു. ഗ്രേസിയുടെ വീടിന്റെ ആ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അടഞ്ഞ ഗേറ്റിനകത്ത് ഗ്രേസി നിൽപ്പുണ്ട്. പുറത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരനോട്
ഗ്രേസ് സംസാരിക്കുന്നതാണ് സരസ്വതി കണ്ടത്. സരസ്വതി കൂടുതലൊന്നും ആലോചിക്കാതെ ആ സമയത്ത് വീട്ടിലേക്ക് കയറുകയും ചെയ്തു. വീട്ടിൽ നിന്ന് അവർ പോയിട്ട് ഒരാഴ്ചയായി. മകന്റെ കൊച്ചവിടെ ഉണ്ട്. മകന്റെ കൊച്ചിനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി സരസ്വതി വീട്ടിലേക്ക് അടക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ സരസ്വതി പറഞ്ഞതും ഹരികൃഷ്ണൻ സരസ്വതി ചോദിച്ചു, അല്ല, ആ ഗേറ്റിന്റെ പുറത്ത് നിങ്ങൾ കണ്ട ആ ചെറുപ്പക്കാരനെ ഇനി കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയൂ, അല്ലെങ്കിൽ ആ ആള് ആരാണ്? സാർ, ആൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായും എനിക്ക് തോന്നുന്നില്ല. അവരെന്തോ സംസാരിക്കുകയായിരുന്നു. അപ്പോ സമയം എത്രയായി? സാർ, അപ്പോഴൊരു 10 മണിയായിട്ടുണ്ടാവും. രാവിലെ 10 മണിക്ക് ആ വീടിന്റെ ഗേറ്റിനടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പോലീസിന് കയ്യിൽ കിട്ടിയിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കൊല നടന്നിരിക്കുന്നത് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ്. ആ ചെറുപ്പക്കാരൻ ഇനി ഈ 1 മണിക്കും 2 മണിക്കിടയിൽ അവിടെ എത്തി ഗ്രേസിയെ തട്ടിയതാവൂ? അതൊരു ചോദ്യമാണ്. പോലീസ് സരസ്വതിയോട് ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ അടുത്ത വീട്ടുകാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ആള് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. സൂപ്പർ മാർക്കറ്റിലെ യൂണിഫോമിൽ ഒരു പയ്യൻസ് രാവിലെ ഏകദേശം ഒരു 9 മണി ആകാറായപ്പോൾ ഗ്രേസിന്റെ വീട്ടിലേക്ക് പോകുന്നത് അയാള് കണ്ടായിരുന്നു. അയാളുടെ വീട് നേരെ എതിർവശത്താണ്. പോലീസ് അങ്ങനെയാണ് ആ സൂപ്പർ മാർക്കറ്റിലെ പയ്യൻസിനെ അവിടെ വരുത്തുന്നത്. അവൻ ആ കാര്യം സമ്മതിച്ചു. രാവിലെ 9 മണിക്ക് അവൻ ആ വീട്ടിൽ വന്നിരുന്നു. അവിടെ നിന്ന് പതുപോലെ അവൻ കളക്ട് ചെയ്യുന്ന കൂണെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. 9 മണിക്ക് ആ സൂപ്പർ മാർക്കറ്റിലെ പയ്യൻ, 10 മണിക്ക് വേറൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പക്ഷെ ആരാണ് എന്നതിനെ കുറിച്ച് ഇപ്പൊ പോലീസിനൊരു ധാരണയില്ല. പക്ഷെ ആ ചെറുപ്പക്കാരൻ അവിടെ എത്തിയിരിക്കാൻ സാധ്യതയുള്ളത് 2 വഴികളിലൂടെയാണ്. ഒന്നുകിൽ മെയിൻ റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗം വഴി കോളനിയിലേക്ക് കടക്കണം, അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് കിഴക്ക് ഭാഗത്തൂടെ കടക്കണം. ആ 2 ഭാഗത്തും കോളനി വക CCTV ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് അന്വേഷണം വളരെ എളുപ്പമായി. അവര് ആ CCTV വിഷ്വലുകൾ കളക്ട് ചെയ്ത് അത് നോക്കുന്ന സമയത്ത് സരസ്വതി ആ പയ്യൻസിനെ തിരിച്ചറിഞ്ഞു. ആ പയ്യനെ സരസ്വതി തിരിച്ചറിഞ്ഞെങ്കിലും ആ വിഷ്വലിൽ ഒരു കുഴപ്പമുണ്ട്. ആ വിഷ്വലിൽ ആ പയ്യന്റെ മുഖം വ്യക്തമല്ല. പക്ഷെ ഡ്രസ്സ് അത് കൃത്യമായിട്ടും സരസ്വതി ഓർക്കുന്നുണ്ട്. ഡ്രസ്സ് കണ്ടിട്ടാണ് സരസ്വതി പോലീസിനോട് അതാണ് ആ പയ്യൻ എന്ന് പറഞ്ഞത്. പോലീസ് 2 ഭാഗത്തെയും CCTV വിഷ്വലുകൾ മാറി തിരിഞ്ഞൊക്കെ നോക്കിയെങ്കിലും ആ പയ്യന്റെ മുഖം മാത്രം ക്ലിയർ ആയില്ല. ആ ക്യാമറയിൽ മുഖം പതിയാതെ ആ പയ്യൻസ് എങ്ങനെ ആ കോളനിക്കകത്തേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തു? പോലീസിനെ അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം അതാണ്. അവൻ കിഴക്ക് ഭാഗത്തു നിന്ന് കയറി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ശരിക്കും ഗ്രേസിയോട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ആ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റിലുമുള്ള ക്യാമറകളിൽ അവന്റെ മുഖം ക്ലിയർ ആയി പതിഞ്ഞിട്ടില്ല. അത് ശരിക്കും പോലീസിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ആ പയ്യൻസിന്റെ ആ ചിത്രത്തിന് ചുറ്റും 2-3 ചുവന്ന വൃത്തം വരച്ച് വെച്ചിരിക്കുകയാണ്. അവന്റെ ആ എൻട്രി പോയിന്റിന്റെ ഭാഗത്തുള്ള വിഷ്വലിലും അതുപോലെ എക്സിറ്റ് പോയിന്റിലും അവർ ആ വൃത്തം വരച്ചിട്ടുണ്ട്. മറ്റൊരു താമസക്കാരിൽ നിന്ന് പോലീസിന് കിട്ടിയത് ഞായറാഴ്ച അവിടെ ബ്ലാങ്കറ്റ് വിൽക്കാനായി ആളുകൾ വന്നിരുന്ന വിവരമാണ്. പലപ്പോഴും ഈ ബ്ലാങ്കറ്റും മറ്റു സാധനങ്ങൾക്ക് വിൽക്കാനായി വീടുകളിൽ എത്തുന്ന അപരിചിതർ സാധനങ്ങൾ വിറ്റില്ലെങ്കിലും വീടൊക്കെ ഒന്ന് നോക്കി വെക്കും. അത് ഈ മോഷണത്തിന് വേണ്ടിയുള്ള ഒരു നിരീക്ഷണ പരിപാടിയാണ്. കുറുവ സംഘങ്ങളുടെ രീതികൾ ഈ ശൈലിയിലാണെന്ന് നമ്മൾ പല കഥകളിലൂടെ കേട്ടതാണ്. ഇനി അങ്ങനെ ആരെങ്കിലുമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ? സ്വാഭാവികമായിട്ടും പോലീസ് ആ CCTV വിഷ്വലുകൾ ആ പർട്ടിക്കുലർ ഡേറ്റിലേയും കൂടെ എടുത്തു നോക്കുകയാണ്. ആരൊക്കെയാണ് അന്ന് ബ്ലാങ്കറ്റ് വിൽക്കാനായി ആ കോളനിക്കകത്തേക്ക് കടന്നെന്ന് അറിയാനായിട്ടാണ് ആ CCTV വിഷ്വൽ നോക്കുന്നത്. ആ CCTV വിഷ്വലുകൾ പക്ഷേ വ്യക്തമാണ്, മുഖം ക്ലിയർ ആണ്. അവരെ കണ്ടുപിടിച്ച് അവരെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസിന്റെ ഒരു ടീം കടന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ വിവരങ്ങൾ നടക്കുമ്പോൾ പോലീസ് മറ്റൊരു മേഖലയിൽ കൂടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ മൊബൈൽ നമ്പറുകളുമായി കണക്ട് ചെയ്തിട്ടാണ്. അവിടെ ആ കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള മൊബൈൽ ടവറുകളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന് പുറമെ ഏതൊക്കെ നമ്പറുകൾ ഈ പറഞ്ഞ ക്രൈം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നത്. ഡംപ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പരിചയമുള്ള നമ്പറുകൾ മുഴുവൻ മാറ്റിയാൽ ബാക്കിയുള്ള നമ്പർ പിടിച്ച് അന്വേഷണം നടത്താമല്ലോ. അങ്ങനെ പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് കുറെ നമ്പറൊക്കെ കിട്ടി. ആ നമ്പറുകളുമായി ബേസ് ചെയ്ത് ഒരു അന്വേഷണം ഒരു സംഘം സ്റ്റാർട്ട് ചെയ്തു. ആ ടാസ്ക് ഒരു ഭാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് മറ്റൊരു കോണിൽ കൂടി അന്വേഷണം ആരംഭിച്ചു. ഈ സംഭവം നടന്നതിന് ശേഷം ആരെങ്കിലും ആ നാട് വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. അത് സനലാണ്. സരസ്വതിയുടെ മകൻ സനല് പെട്ടെന്ന് ഗൾഫിലേക്ക് പോയത്. ഗ്രേസിയുടെ മരണം കഴിഞ്ഞ് 4-ാം ദിവസം സനല് ഗൾഫിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എന്താ ഗൾഫിലേക്ക് പോകാൻ കാരണം? ചോദ്യം സരസ്വതിയോടാണ്. സരസ്വതിക്ക് അതിന് മറുപടി ഉണ്ട്. സർ, അവൻ ആ ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് കുറെ നാളുകളായി. അവിടെ എന്താ ജോലി? സർ, അവൻ ഒരു കമ്പനിക്കൊപ്പമാണ് പോയിരിക്കുന്നത്. അവര് ഏതോ വീടൊക്കെ വെക്കുന്ന ടീമാണ്. ഇവിടെ അവൻ ഈ ആശാരിപ്പണിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെയും അതുപോലുള്ള പണികളായിരിക്കും ചെയ്യുക എന്ന് അത് കേട്ടപ്പോൾ പോലീസ് മനസ്സിലായി. എന്നാലും സനലിന്റെ പെട്ടെന്നുള്ള ആ തിരോധാനം പോലീസിന് സംശയം ഉണ്ടാക്കി. പോലീസ് ട്രാവൽ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ സനല്
ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പണം കൊടുത്തിരിക്കുന്നത് തലേദിവസമാണ്. തലേദിവസം പണം അടച്ചതിന് ശേഷമാണ് അവൻ ഗൾഫിലേക്ക് പോയിരിക്കുന്നത്. സരസ്വതിക്ക് അതിനെന്തായാലും മറുപടി പറഞ്ഞല്ലേ പറ്റൂ. സാർ, ഞങ്ങൾ സംശയിക്കുന്നത് ശരിയല്ല. എനിക്ക് ഗ്രേസിയെ ഒരുപാട് വർഷങ്ങളായി അറിയാം. സാർ, ഗ്രേസിയുടെ വീട്ടിൽ ഒരു കാറുണ്ട്. ഗ്രേസി എന്നോട് ആ കാർ എടുത്തോളം പറഞ്ഞാണ്. കുറേശ്ശെ പണം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. കൃത്യമായി പറഞ്ഞ് പണം ചോദിച്ചില്ല എന്നാണ് ശരി. പക്ഷെ എനിക്കത് അങ്ങനെ എടുക്കുന്നതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാനത് എടുക്കാത്തത്. ഞാൻ ചോദിക്കുന്ന എന്തും ഗ്രേസി തരും. ആ ഗ്രേസിയെ ഞാനോ എൻ്റെ മക്കളോ ഉപദ്രവിക്കുമെന്ന് സാർ പറഞ്ഞാൽ അത് ശരിയാവില്ല. സരസ്വതി അങ്ങനെ പറയുമ്പോൾ അവരത് ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഹരികൃഷ്ണൻ സരസ്വതി ചോദിച്ചു, ഓക്കെ, നിങ്ങളുടെ മകൻ ടിക്കറ്റിനുള്ള പണം കൊടുത്തത് അവൻ പോകുന്നതിന്റെ തലേദിവസമാണല്ലോ. ആ പണം എവിടെ നിന്നാണ് കിട്ടിയത്? സാറേ, പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് ടിക്കറ്റിന്റെ പൈസ കൊടുക്കാമെന്ന് അവൻ നേരത്തെ തന്നെ ആ ട്രാവൽ ഏജൻസിയോട് പറഞ്ഞിരുന്നു. അവൻ അവൻ്റെ കൂട്ടുകാരോട് പലരോടും പണം ചോദിച്ചിരുന്നു. അവരെല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് അവൻ ആ പണം സംഘടിപ്പിച്ചത്. സരസ്വതി പറയുന്ന കാര്യത്തിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയാനായി സ്വാഭാവികമായിട്ടും പോലീസ് ഈ സനലുമായി ബന്ധപ്പെട്ട് അവൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ സരസ്വതി പറയുന്നതിൽ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് മനസ്സിലായി. അവരൊക്കെ കൊടുത്ത പണം കൊണ്ടാണ് സനല് ടിക്കറ്റ് ചാർജ് അടച്ചിരിക്കുന്നത്. പക്ഷേ സരസ്വതി ചോദ്യം ചെയ്തത് വൃഥാവിലായി എന്നൊരു തോന്നൽ ഇപ്പോൾ പോലീസിനില്ല. സരസ്വതിയിൽ നിന്ന് അവർക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഗ്രേസിയുടെ കാറ്, ആ കാറ് വിൽക്കാൻ ഗ്രേസി തീരുമാനിച്ചിട്ടുണ്ട്. ഗ്രേസിയുടെ കാറ് വാങ്ങാൻ ആരെങ്കിലുമൊക്കെ ആ വീട്ടിൽ വന്നു കാണുമോ? ശരിക്കൊരു ഭ്രാന്ത ആശയം പോലെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ഹരികൃഷ്ണന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സരസ്വതിയെ ചോദ്യം ചെയ്യുന്നവരെ അങ്ങനെ ഒരു ചിന്ത പോലും ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി പോലീസ് സരസ്വതിയോട് തന്നെ സംസാരിച്ചു തുടങ്ങി. സരസ്വതി, നിങ്ങൾ ഗ്രേസിയുടെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ അറിയാനും പറ്റും. ഗ്രേസിയുടെ കാറ് വാങ്ങാൻ ആരെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ടോ? സാർ, കുര്യൻ സാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണത്. അദ്ദേഹം മരിച്ചിട്ട് 1 കൊല്ലം ആയപ്പോഴാണ് കുര്യൻ സാറിന്റെ മോൻ ആ വണ്ടി വിൽക്കാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞത്. ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് എന്നോട് യഥാർത്ഥത്തിൽ ഗ്രേസി ആ വണ്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചത്. എനിക്ക് കുര്യൻ സാർ ആ വണ്ടി കൊണ്ടു നടക്കുന്ന കാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. അദ്ദേഹം സ്വന്തം മോനെ പോലെ കൊണ്ടുനടന്ന വണ്ടിയാ സാറേ. ഞാൻ പോയതിനു ശേഷം വേറെ ആരെങ്കിലും വണ്ടി വാങ്ങാൻ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സാറ് അടുത്ത വീട്ടുകളിലെങ്ങനെ തിരക്കിയാൽ ചിലപ്പോൾ വിവരം കിട്ടിയേക്കും. എന്തായാലും വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു തോന്നൽ ഹരികൃഷ്ണനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഹരികൃഷ്ണൻ അറിയില്ല. ഹരികൃഷ്ണൻ അങ്ങനെ ആ വണ്ടിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡംപ് ഡേറ്റ പരിശോധിക്കുകയായിരുന്ന ടീം ഹരീഷിന്റെ അടുത്തേക്ക് വരുന്നത്. സാർ, ഈ സംഭവ ദിവസം അവിടെ ആരും വന്നിട്ടില്ല. പക്ഷെ സാറേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കി മേഖലയിലുള്ള 2 നമ്പറുകൾ ഇവിടെ ഈ ടവറിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ 2 നമ്പറും പരിശോധിച്ചപ്പോൾ അവർ ഈ വണ്ടി കച്ചവടവുമായി ബന്ധമുള്ള ആളുകളാണെന്ന് കണ്ടു. വണ്ടി കച്ചവടവും ഉണ്ട്, അല്പസ്വല്പം ഗുണ്ടായുസവും ഉണ്ട്. അവര് പലതവണ പോലീസ് കേസിൽ പെട്ടിട്ടുള്ളവരുമാണ്. അവരുടെ നമ്പർ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഈ കോളനിക്കകത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് അത് പറയുന്നത്. ഹരികൃഷ്ണന് ആ ടീമംഗങ്ങൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് കത്തുകയാണ്. കുറെ നേരമായിട്ട് ഹരികൃഷ്ണ മനസ്സിൽ ആ വണ്ടി ഇങ്ങനെ ഒരു വിഷയമായി കിടക്കുകയാണ്. ഇപ്പൊ ഇതാ ആ വണ്ടിയുമായി കണക്ട് ചെയ്തുകൊണ്ട് 2 ആളുകൾ ആ കോളനിക്കകത്ത് വന്നിരുന്നു എന്ന് ഒരു സൂചന കിട്ടുകയാണ്. അവന്മാരിനെ ഈ ഗ്രേസിയുടെ വീട്ടിൽ വന്നു കാണുമോ? ഈ വണ്ടി പ്രാന്തന്മാർ ശരിക്കും ഉണ്ട്. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ അത്തരക്കാരെ ഒരുപാട് കാണാം. അവന്മാർക്ക് ഈ പഴയ വണ്ടികളോട് വല്ലാത്തൊരു ഖരമാണ്. വൻ വില കൊടുത്താണ് അത്തരം വണ്ടികൾ അവർ വാങ്ങി ശരിക്കും കൂട്ടമ്മമാരാക്കി കൊണ്ടു നടക്കും. അങ്ങനെ ഭ്രാന്തുള്ള ആളുകൾ ഗ്രേസിയുടെ ആ കുര്യൻ സാർ ഉപയോഗിച്ചിരുന്ന വണ്ടി വാങ്ങാൻ വേണ്ടി അവിടെ വന്നു കാണുമോ? അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായി പോലീസ് ആദ്യം നോക്കിയത് ആ CCTV വിഷ്വൽസ് ആണ്. ആ കോളനിയുടെ എക്സിറ്റിലും അതുപോലെ എൻട്രിയിലുമുള്ള ആ CCTV വിഷ്വൽ നോക്കിയപ്പോൾ പോലീസ് കൃത്യമായിട്ടും 2 ആളുകളെ കാണുകയാണ്. പോലീസിന്റെ കൈവശമുള്ള ID കാർഡുകളിൽ സൂചിപ്പിക്കുന്ന അതേ മുഖമുള്ള 2 പേർ. ഇടുക്കിയിൽ വാഹന കച്ചവടവും അല്പസ്വല്പം തല്ലുകേസും ഒക്കെ ഉള്ള ആ 2 പേരും കൂടി ഒരു ബൈക്കിൽ ആ കോളനിലേക്ക് ഞായറാഴ്ച വന്നിട്ടുണ്ട്. 2 പേരും ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയിൽ നന്നായി അവരുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അവരുടെ നമ്പർ തന്നെയാണ് ആ ഡം ഡേറ്റയിൽ പതിഞ്ഞിരിക്കുന്നത്. അവന്മാര് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോയിരിക്കുകയാണ്. അവന്മാര് കിഴക്കോട്ടാണല്ലോ പോകേണ്ടത്. ആ ഭാഗത്തേക്ക് ഇതിന് അവർ മടങ്ങിപ്പോയിരിക്കുകയാണ്. അവന്മാര് ആ കോളനിയുടെ എക്സിറ്റിൽ എത്തിയെന്നറിയാൻ വേണ്ടി പോലീസ് ആ എക്സിറ്റിലുള്ള വിഷ്വലുകൾ പരിശോധിച്ചു. ആ ഭാഗത്ത് അവർ എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം വ്യക്തമാണ്. അവർ വന്നിരിക്കുന്നത് ആ കോളനിക്കകത്തുള്ള ആരെങ്കിലും സന്ദർശിക്കാനാണ്. ആകെ 80ഓളം വീടുകളാണ് അവിടെ ഉള്ളത്. അതിലൊരു വീട് ഈ പറഞ്ഞ ഗ്രേസിയുടെയാണ്, മറ്റൊന്ന് സരസ്വതിയുടെ. പോലീസ് ആ നിമിഷത്ത് തന്നെ
ആ വിഷ്വലുകളുമായി എൻ്റെ വീടുകളിലും അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ആ 2 ചെറുപ്പക്കാർ അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നോ എന്ന ചോദ്യത്തിന് അവിടെ നിന്ന് ഉത്തരം കിട്ടണമല്ലോ. ഗ്രേസിയുടെ വീടൊഴികെയുള്ള എല്ലാ വീട്ടിലും സ്വാഭാവികമായിട്ടും പോലീസിന്റെ ചോദ്യം എത്തുമല്ലോ. എല്ലാ ആളുകളും ഒരേ ഉത്തരമാണ് പറഞ്ഞത്, അവിടെ അവര് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ബാലൻസ് ഉള്ള വീടെന്ന് പറയുന്നത് ഗ്രേസിയുടെ വീടാണ്. ഗ്രേസിയുടെ വീട്ടിൽ ഞായറാഴ്ച ഗ്രേസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുപ്പക്കാർ ഗ്രേസിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് മറുപടി പറയേണ്ടാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പക്ഷെ പോലീസിന് ഇപ്പോ കാര്യം വ്യക്തമാണ്. ഞായറാഴ്ച ആ എൻട്രി പോയിന്റ് വഴി അകത്തേക്ക് കടന്നിരിക്കുന്ന ആ വാഹനം ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയിരിക്കുകയാണ്. അതിനിടയിൽ അവര് ഗ്രേസിയുടെ വീട്ടിലെത്തി ഗ്രേസിയെ കണ്ട് ആ വാഹനത്തിന് വിലപേശി കാണും. പക്ഷെ അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ്. ഈ കൊല നടന്നിരിക്കുന്ന ചൊവ്വാഴ്ചയാണ്. അവന്മാരിനി ചൊവ്വാഴ്ചയും വന്നു. അങ്ങനെ ഒരു അന്വേഷണം കൂടി നടത്തണമല്ലോ. പോലീസ് അവന്മാരുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യുമ്പോൾ ചൊവ്വാഴ്ച ദിവസം അവരുടെ 2 പേരുടെയും മൊബൈൽ നമ്പറുകൾ തൊടുപുഴ തന്നെയുണ്ട്. അവിടുന്ന് മൂവ് ചെയ്തിട്ടേ ഇല്ല. അവന്മാരെ സംശയിക്കാം എന്ന് കരുതിയ പോലീസ് ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ശരിക്കും ഒന്ന് തണുത്തു എന്ന് പറയാം. അവരൊരു എൻഡിൽ എത്തിയെന്ന് അവർക്ക് തോന്നിയതാണ്. പക്ഷെ പെട്ടെന്ന് അതങ്ങ് നിന്നുപോയി. അവന്മാർ 2 പേരും ചൊവ്വാഴ്ച ദിവസം തൊടുപുഴ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായെങ്കിലും ഹരികൃഷ്ണന്റെ ഉള്ളിലിരുന്ന് ഹരികൃഷ്ണനോട് സംസാരിക്കും പോലെ ഒരു തോന്നൽ, അവന്മാരെ ഒന്ന് കാണണം. അങ്ങനെയാണ് തൊടുപുഴയുള്ള അവന്മാരെ പോലീസ് കോട്ടയത്ത് വരാൻ ആവശ്യപ്പെടുന്നത്. അവർ 2 പേരും കോട്ടയത്ത് ഹരികൃഷ്ണന്റെ മുന്നിലെത്തിയപ്പോൾ ഹരികൃഷ്ണന്റെ കണ്ണ് അയാൾ പോലും അറിയാതെ പുറത്തേക്ക് തള്ളി വരികയാണ്. അതിന്റെ കാരണം ആ ജോഡികളിൽ ഒരാളുടെ തലമുടിയിലെ നിറവ്യത്യാസമാണ്. ഫോറൻസിക്കാരെ കണ്ടെത്തിയ ഒരു മുടിയുണ്ടല്ലോ, ഒരു നിറമുള്ള മുടി. ആ മുടി ഒരു ചോദ്യചിഹ്നമായി ഹരീഷിന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ട് ദിവസങ്ങൾ കുറെ ആയി. ഇപ്പൊ ഇതാ അതേ കളർ മുടിയുള്ള ഒരാള് അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. അവന്മാർക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ആ തലമുടി ഈ കക്ഷിയുടെ തലമുടിയാണോ എന്നും അറിയില്ല. പക്ഷെ ഒരേ കളറാണ്. എന്തായാലും ഒരു ക്ലൂ കിട്ടിയതിന്റെ സന്തോഷം ഹരീഷിന്റെ മുഖത്തുണ്ടോ. ഹരീഷൻ അവർ 2 പേരോടും ഇരിക്കാൻ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ വേറെയും ആ മുറിയിലുണ്ട്. സാർ, എന്താ സാർ ഞങ്ങൾ വിളിപ്പിച്ച്? നിങ്ങൾക്ക് ഈ വണ്ടി കച്ചവടം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ വിളിപ്പിച്ചത്. അതെ സാർ, ഞങ്ങൾക്ക് വണ്ടി കച്ചവടം ഉണ്ട്. ആട്ടെ, നിങ്ങൾ വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയത്തെങ്ങാനും ഈ അടുത്ത കാലത്ത് വന്നിരുന്നു? സാർ, കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ വന്നിരുന്നു. ഇവിടെ കോട്ടയത്ത് ഒരു ഗ്രേസി എന്ന് പറയുന്ന ലേഡിയുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരുന്നത്. എന്നിട്ട് വണ്ടി വാങ്ങിച്ചു. സാർ, ഞങ്ങളൊരു വില പറഞ്ഞിട്ടുണ്ട്, അവര് തരുമായിരിക്കും. ഞങ്ങൾ അടുത്ത ആഴ്ച അവരെ കാണാതെ പറഞ്ഞിരിക്കുകയാണ്. അവന്മാര് പറഞ്ഞത് കേട്ടപ്പോൾ ഹരീഷിന് ഒരു കാര്യം മനസ്സിലായി. ഗ്രേസി മരിച്ച വിവരം അവര് അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കച്ചവടം നടക്കാതെ പോയത്? സാർ, കച്ചവടം നടക്കാതെ പോയിട്ടില്ല. ഞങ്ങളൊരു വില പറഞ്ഞിട്ടുണ്ട്. ഗ്രേസി ചേച്ചി മോനോട് സംസാരിച്ചിട്ട് മറുപടി പറയാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഇതിനിടയിൽ വേറെ വണ്ടി കച്ചവടത്തിലേക്ക് പെട്ടുപോയത് കൊണ്ടാണ് ശരിക്കും ഗ്രേസി ചേച്ചി വിളിക്കാത്തത്. എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല എന്ന് ഹരീഷൻ ചോദിക്കാനായിട്ട് മനസ്സിൽ ആ ചോദ്യം ഇങ്ങനെ രൂപീകരിക്കുമ്പോഴാണ് അവരുടെ ഭാഗത്ത് നിന്ന് ആ മറുപടി ഉണ്ടായത്. 2 പേരും മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷേ 2 പേരും ഒരു തരത്തിലും ഹരീഷിന്റെ ആ വരയിൽ കുടുങ്ങാത്ത ശൈലിയിലുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. ഇനി ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ തലമുടിയാണ്. ഇവന്റെ ഒരു തലമുടി സംഘടിപ്പിച്ചാൽ DNA പ്രൊഫൈൽ ഉണ്ടാക്കി നിലവിലുള്ള DNA പ്രൊഫൈലുമായി ഒന്ന് മാച്ച് ചെയ്യിപ്പിച്ചാൽ 2 ഒന്നാണെങ്കിൽ പിന്നെ ഇവനെ പോക്കാൻ പറ്റും. ഹരീഷിന് അതറിയാം. പക്ഷേ എന്ത് പറഞ്ഞ് അവന്റെ തലയിൽ നിന്ന് ആ തലമുടി വാങ്ങും? അതൊരു ചോദ്യമാണല്ലോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം സാർ? നിങ്ങൾ ആ വണ്ടിക്ക് വില പറഞ്ഞ വീട്ടിലെ ഗ്രേസി ഇപ്പോ ജീവനോടെ ഇല്ല. സാർ, എന്ത് പറ്റി സാർ? അവര് മരിച്ചു സാർ. എങ്ങനെ സാർ മരിച്ചേ? അവരെ ആരോ കൊന്നതാണ്. കൊന്നോ സാറേ? എന്താ സാർ ഈ പറയുന്നത്? അതേന്ന് ആ സ്ത്രീയെ ആരോ കൊന്നിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടന്നു വരികയാണ്. ശരിക്കും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഇവിടേക്ക് വിളിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച അവരെ കോൺടാക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനോട് നിങ്ങൾ സഹകരിക്കണം. ഉറപ്പായി സഹകരിക്കുക സാർ. അങ്ങനെ അവരേറ്റതും അവരുമായി ബന്ധപ്പെട്ട് DNA കളക്ഷൻ നടത്താനുള്ള പരിപാടി തങ്ങൾക്കുണ്ടെന്ന് ഹരികൃഷ്ണൻ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് അവന്മാരുടെ 2 പേരുടെയും തലമുടി പരിശോധനയ്ക്കായി കളക്ട് ചെയ്യുന്നത്. അവർ പോലും അറിയാതെ ഒരു പരീക്ഷണം ഹരികൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവന്മാരുടെ തലമുടി DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചു കഴിഞ്ഞതും അവര് ഹരികൃഷ്ണൻ മുന്നിലേക്ക് വന്നു. സാർ, അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? അത് ശരിയാവില്ല. ഞങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തിരക്കാനുണ്ട്. നിങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടെയോ സാർ? അതെ, ഈ സ്റ്റേഷനിൽ തന്നെ. അങ്ങനെ ഹരികൃഷ്ണൻ പറയുമ്പോൾ അടുത്തുള്ള പോലീസുകാരൻ അവിടെയുള്ള ആ ലോക്കപ്പ് മുറിയിലേക്ക് നോക്കുന്നത് ആ ചെറുപ്പക്കാർ കണ്ടു. സാർ, എന്താ സാർ ഈ ചെയ്യുന്നത്? എടോ, സംശയമുള്ള ആളുകളെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. തെളിവുകൾ നിങ്ങൾക്ക്
എതിരായതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നത്. സർ, തെളിവുകൾ ഞങ്ങൾക്ക് എതിരോ? സർ, ഞങ്ങള് ഈ സംഭവ ദിവസം അവിടെ വന്നത് തെളിയിക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഞങ്ങൾ രണ്ടുപേരും തൊടുപുഴ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ആ ചെറുപ്പക്കാരിൽ ടോണി എന്നാള് ആ ഡയലോഗ് പറഞ്ഞതും ഹരികൃഷ്ണൻ ഒന്ന് ചിരിച്ചു. ഹേയ് ടോണി, നീ നിന്റെ മൊബൈൽ ഫോണ് തൊടുപുഴ വെച്ചിട്ട് ഇവിടെ ഈ കോളനിയിലേക്ക് വന്നാൽ ഞങ്ങൾ നിന്നെ കാണില്ല എന്നാണോ നീ കരുതിയത്? അവന്റെ വായിന്ന് വീണ ആ വാചകത്തിൽ ഹരികൃഷ്ണൻ അങ്ങനെ കയറി പിടിക്കുമെന്ന് ശരിക്കും ടോണി കരുതിയില്ല. ടോണിയുടെ കൂടെ ഉള്ളത് സന്ദീപാണ്. സന്ദീപ് പെട്ടെന്ന് ടോണിയോട് പറഞ്ഞു, ഇടാ മിണ്ടായിടാ. സന്ദീപ് ശരിക്കും നല്ല ജിം ബോഡിയൊക്കെ ഉള്ള ആളാണ്. സന്ദീപിനാണ് നല്ല കളർ മുടിയുള്ളത്. സന്ദീപ് കൂളായിട്ട് ഹരികൃഷ്ണനോട് പറഞ്ഞു, സാർ, ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ തൊടുപുഴയോ ഇവിടെയോ എന്നുള്ളതൊന്നും വിഷയമല്ലല്ലോ. ഞങ്ങൾക്ക് ഈ ക്രൈമുമായി ഒരു ബന്ധവുമില്ല. അല്ല, നിങ്ങൾക്ക് ഈ ക്രൈമുമായി ഒരു ബന്ധമില്ല എന്ന് പറയാൻ എന്താ കാര്യം? അല്ല, ഞങ്ങൾ ഈ പത്രത്തിൽ വായിച്ചായിരുന്നു ഈ ക്രൈമിനെ കുറിച്ച്. പക്ഷെ ഞങ്ങൾക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്. അതുവരെ വളരെ ബുദ്ധിപൂർവ്വം സംസാരിച്ചിരുന്ന സന്ദീപ് ആ ഡയലോഗ് പറഞ്ഞതും ഹരികൃഷ്ണൻ ഒന്ന് ചിരിച്ചു. ഹേയ് സന്ദീപ്, ഈ അതിബുദ്ധി കുഴപ്പമാവൂലോ. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടികൾ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് കാണുന്നത് നന്നായിരിക്കും. ശരിക്കും ആ മുറിയിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന് സ്ക്രീനിൽ വിഷ്വലുകൾ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോഴാണ് സന്ദീപും ടോണിയും മനസ്സിലാക്കുന്നത്. ഹരികൃഷ്ണൻ ഗ്രേസി മരിച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും അയ്യോ, എപ്പോ, എങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ടും ആ സ്ക്രീനിൽ ഒരിക്കൽ കൂടി പ്ലേ ആവുകയാണ്. അവസാനം ലാസ്റ്റിൽ സന്ദീപ് പറഞ്ഞ കാര്യം, സാറേ ഞങ്ങൾ ഇത് പത്രത്തിൽ വായിച്ചതാണെന്ന് പറഞ്ഞ ആ ഡയലോഗും കാണിച്ചതും സന്ദീപിന്റെയും ടോണിയുടെയും മുഖം ശരിക്കൊന്ന് വിളറി. അവിടുന്ന് ഒരു കഥ പതുക്കെ പുറത്തേക്ക് വരികയാണ്. സന്ദീപും ടോണിയും വണ്ടി ബ്രോക്കർമാരും അല്പസ്വല്പം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളവരുമാണ്. അവര് അങ്ങനെ ആ ആക്ടിവിറ്റീസും വണ്ടി ബ്രോക്കിങ്ങുമായിട്ട് നടക്കുമ്പോഴാണ് അവർക്ക് ഒരു കോള് ലഭിക്കുന്നത്. ശരിക്കും ആ കോള് നേരത്തെ തന്നെ പോലീസ് ഐഡന്റിഫൈ വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞില്ലെങ്കിലും പോലീസ് ആ കോള് കൃത്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കോള് ലഭിച്ചത് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്ന് കോള് വിളിച്ചാൽ ഒരു നല്ല തുക അവർക്ക് ഓഫർ ചെയ്തു. ചെയ്യേണ്ടത് സിമ്പിൾ കാര്യമാണ്. ആ കോട്ടയത്തെ ആ പോഷ് കോളനിയിൽ താമസിക്കുന്ന ഗ്രേസിയെ തട്ടണം. ഓഫർ ചെയ്ത തുകയുടെ വലിപ്പം നല്ല മോഹിപ്പിക്കുന്ന ഒന്നായതുകൊണ്ടാണ് അവർ ആ സംവിധാനം ഏറ്റെടുത്തത്. ആ വീടും പരിസരവും നോക്കി കണ്ടുവയ്ക്കാൻ വേണ്ടിയാ അവർ ഞായറാഴ്ച വണ്ടി വാങ്ങാനുണ്ട് എന്ന ലേബലിൽ ഗ്രേസിയുടെ വീട്ടിലെത്തിയത്. ഗ്രേസിയുടെ വീട്ടിൽ ആ വണ്ടി കണ്ടതിന് ശേഷം വില സംസാരിക്കാനായി അവർ രണ്ടുപേരും ഗ്രേസിയുടെ വീട്ടിനകത്ത് കയറുകയും ചെയ്തു. ഗ്രേസി അവർക്ക് ചായയൊക്കെ കൊടുക്കുകയും ചെയ്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വണ്ടിക്ക് വിലയും പറഞ്ഞു. സന്ദീപ് വില പറയുന്ന സമയത്ത് ടോണി ശരിക്കും ആ വീട് നിരീക്ഷിക്കായിരുന്നു. ആ വീട് മാത്രമല്ല, വീടിന്റെ ചുറ്റുവട്ടങ്ങളും പരിസരത്തുള്ള വീടുകളൊക്കെ ടോണിയുടെ നിരീക്ഷണത്തിൽപ്പെട്ടു. അവര് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ CCTV ക്യാമറ പതിയുകയും ചെയ്തു. ബൈക്കിലാണ് അവർ രണ്ടും വന്നത്. തങ്ങൾ അങ്ങോട്ട് പോയതും തിരിച്ചു വന്നതും ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. അവിടുന്ന് മടങ്ങിന് ശേഷമാണ് അവന്മാര് പ്ലാൻ ഉണ്ടാക്കിയത്. അവന്മാര് CCTV ക്യാമറയിൽ പതിയരുത്. 2, അവര് അവിടെ എത്തിയത് മൊബൈൽ ലൊക്കേഷൻ വഴി പോലീസ് അറിയാനും പാടില്ല. 3, ആരുടെയും ശ്രദ്ധയപ്പെടാത്ത സമയത്ത് വേണം കൊല നടത്താൻ. 4, കൊല നടത്തിക്കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടുന്ന് സ്ഥലം വിടണം. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാമെന്നും അതിനെ പറ്റിയ ദിവസം ഏതാണെന്നും അവര് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി. അതിന് അവരെ സഹായിച്ചത് അവർക്ക് കൊട്ടേഷൻ കൊടുത്ത വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയാണ് അവരോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പറ്റിയ സമയമാണെന്ന് പറയുന്നത്. ആ സമയത്ത് ആ പരിസരത്ത് ആരും കാണില്ലെന്നും ഉച്ചയ്ക്ക് ആ വീട്ടിൽ ചെന്നിട്ട് വണ്ടിക്ക് പറഞ്ഞ വില കൊടുത്ത് വണ്ടി വാങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായും ഗ്രേസി ആ വീട് തുറന്നു കൊടുക്കുമെന്ന് ആ വിളിച്ചയാളാണ് അവരോട് പറഞ്ഞത്. അവിടേക്ക് എത്തുമ്പോൾ ആ ക്യാമറയിൽ പെടാതിരിക്കാൻ എന്ത് വേണമെന്നും വിളിച്ചയാൾ തന്നെയാണ് അവരോട് പറഞ്ഞത്. അതിന് ഒരു അടിപൊളി പ്ലാന് അയാൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ പ്ലാൻ അനുസരിച്ചാണ് ശരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയാകാൻ 5 മിനിറ്റ് ആ സമയത്താണ് എൻട്രി പോയിന്റ് വഴി ആ കോളനിയിലേക്ക് ഒരു കാറ് കടക്കുന്നത്. അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ വാഹനം കടക്കുമ്പോൾ വേറെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ആ വാഹനം കടന്ന് ഗ്രേസിയുടെ വീടിന്റെ അടുത്തെത്താറായതും ആ വാഹനം അങ്ങ് നിന്നു. ആ വാഹനത്തിന്റെ സീറ്റിലിരിക്കാതെ തറയിൽ ഒളിച്ചിരിക്കുന്ന 2 പേർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങിയതും ആ കാർ അങ്ങ് കടന്നുപോയി. എൻട്രി പോയിന്റ് വഴി 1 5 മിനിറ്റ് ഉള്ളപ്പോൾ കയറിയ കാറ് കൃത്യം 1 മണിയായപ്പോൾ എക്സിറ്റ് പോയിന്റ് വഴി പുറത്തേക്ക് പോയിരിക്കുകയാണ്. പോലീസ് അത് കണ്ടിരുന്നു. അവർക്ക് ആ കാറിൽ അന്ന് സംശയമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ആ കാറിനകത്ത് 2 പേർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഇപ്പോ ടോണിയും സന്ദീപും പറയുമ്പോഴാണ് ഹരികൃഷ്ണനും കൂടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും അറിയുന്നത്. അവർ 2 പേരും ഗ്രേസിയുടെ വീട്ടിലേക്ക് ചെന്നു, ബെല്ലടിച്ചു. ഗ്രേസി അവരെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വിളിക്കുകയും ചെയ്തു. അവരകത്തേക്ക് ചെല്ലുമ്പോൾ ശരിക്കും TV ഓൺ ആയിരുന്നു.
ഗ്രേസി അവർക്ക് അഭിമുഖമായി TV ഓളിയും കുറച്ചതിന് ശേഷം ഇരുന്ന സമയത്ത് അവര് രണ്ടുപേരും ഗ്രേസിയെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. സംസാരിച്ചിരിക്കുന്നിടയിൽ സന്ദീപ് സാവധാനം എണീറ്റു. എണീക്കാൻ ഒരു കാരണമുണ്ട്. അവന് കൈ ഒന്ന് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് എണീറ്റത്. നേരെ കാണുന്ന ആ വാഷ് ബേസിനിലേക്ക് സന്ദീപ് നടക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗ്രേസിയും ടോണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ വാഷ് ബേസിന്റെ അതുവരെ പോയ സന്ദീപ് തിരിച്ച് നടന്നു വരികയാണ്. ടോണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേസിയുടെ തൊട്ടുപുറയിൽ സന്ദീപ് എത്തിയത് ശരിക്കും ഗ്രേസി അറിഞ്ഞതുപോലുമില്ല. നല്ല ഉയർന്ന വില ഗ്രേസിയോട് ടോണി പറയുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഗ്രേസി. ആ സമയത്താണ് ഗ്രേസിയുടെ മൂക്കും വായും പൊത്തി സന്ദീപ് ഇടത് കൈ കൊണ്ട് അങ്ങ് പിടിക്കുന്നത്. പെട്ടെന്ന് മൂക്കും വായും പൊത്തിയപ്പോൾ അവര് കൈ ഉയർത്തി മുകളിലേക്ക് പിടിക്കാൻ നോക്കി. ആ സമയത്ത് തന്റെ വലത് കയ്യിലിരുന്ന ആ മുനയുള്ള കത്തി കൊണ്ട് സന്ദീപ് ഗ്രേസിയുടെ കഴുത്തിലേക്ക് ഒരു കുത്തുകുത്തി ഒരൊറ്റ വരി. ഗ്രേസി അങ്ങനെ അവസാനിക്കുമ്പോൾ ഗ്രേസി തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ടോണി. ഈ സമയത്ത് ഗ്രേസിയുടെ കൈ താഴേക്ക് താന്നു. അങ്ങനെ താഴേക്ക് താഴുമ്പോൾ അവരുടെ കയ്യിൽ ഒരു മുടി പറ്റി പിടിച്ചിരുന്നു. ആ മുടി സന്ദീപിന്റെ തലേന്ന് അവർ പിടിച്ചെടുത്തതാണ്. ഇത് അറിയാതെ സന്ദീപും ടോണിയും ആ കത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി വീണ്ടും ഗ്രേസിയുടെ അടുത്തെത്തിയിട്ട് ഗ്രേസിയുടെ കയ്യിലുള്ള ആ വളകൾ പതുക്കെ കട്ട് ചെയ്തെടുത്തു. അവര് മാല എടുക്കാതിരുന്നത് നേരത്തെ പോലീസ് സംശയിച്ച അതേ കാര്യം കൊണ്ട് തന്നെയാണ്. ആ കരി മണി മാല ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ എളുപ്പമുള്ളൊരു മാലയാണ്. അതുകൊണ്ടാണ് അവരതേ തൊടാതിരുന്നത്. ആ വളയൊക്കെ എടുത്തതിന് ശേഷം മുൻവശത്തെ വാതിലടച്ച് അവർ പുറകുവശത്തെ വാതിൽ തുറന്ന് സാവധാനം വാതിൽ ചാരി ശബ്ദമുണ്ടാക്കാതെ പുറത്തെത്തി. ഗേറ്റിന് പുറത്തെത്തുമ്പോഴേക്കും ഒരു കാറ് അവിടെ എത്തി. അത് ആ എൻട്രി പോയിന്റ് വഴി എക്സിറ്റിലേക്ക് പോകുന്ന കാറാണ്. ആ കാറിലേക്ക് അവർ കയറി പഴയതുപോലെ അങ്ങ് താഴേക്ക് താന്നു. രണ്ടാമതൊരു കാറ് കൂടി ഈ കൊലപാതകികൾ ഉപയോഗിക്കുമെന്ന ഒരു ചിന്ത ഒരിക്കൽ പോലും പോലീസിന്റെ മനസ്സിൽ കടന്നു വന്നിരുന്നില്ല. ശരിക്കും ആ രണ്ട് കാറിന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തത് അവരെ ഫോൺ വിളിച്ച വ്യക്തിയാണ്. ആ ഫോൺ വിളിച്ച വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പരേഡിലേക്ക് അങ്ങനെയാണ് പോലീസ് കടക്കുന്നത്. ഗ്രേസിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. സമീപത്ത് താമസിക്കുന്ന ആളുകളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചിട്ടുണ്ട്. അവരങ്ങനെ നിരന്നിരിക്കുമ്പോഴാണ് സന്ദീപിനെയും ടോണിയും പോലീസ് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അവര് ആ നിരന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ അങ്ങനെ നടന്ന് അവസാനം ഒരു ആളിന്റെ മുന്നിലെത്തി. ആ ആളുടെ മുന്നിൽ സന്ദീപും ടോണിയും നിൽക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കണ്ട പ്രതീതിയിലാണ് ബാക്കിയുള്ള മുഴുവൻ ആളുകൾ. സകലരും അമ്പരപ്പോടെ ആ വ്യക്തി തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വ്യക്തിയെ പോലീസ് ഹരികൃഷ്ണനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അയാള് തലകുനിച്ച് നിൽക്കുകയാണ്. ആ ആളെ കണ്ട് രണ്ട് കൈ കൊണ്ട് മുഖം പൊത്തി ഒരാള് കരയുന്നുണ്ട്. അത് ഗ്രേസിയുടെ മകളാണ് കരയുന്നത്. ടീച്ചർ ആൻസി കുര്യന്റെ ശബ്ദം അവിടെ ഇങ്ങനെ പതുക്കെ ഉയരുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ നിൽക്കുന്ന ഹരികൃഷ്ണൻ അവനോട് ചോദിച്ചു, ടിജു, സ്വന്തം അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? ടിജോ കുര്യൻ അവന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി ആ കാർ പ്രാന്തന്മാർക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന യാഥാർത്ഥ്യം ഇപ്പോ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവുകയാണ്. അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ടിജോയ്ക്ക് അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അവൻ തിരിഞ്ഞ് ആൻസിയെ നോക്കിയിട്ട് ഹരികൃഷ്ണനോടായി പറഞ്ഞു, സർ, എന്റെ അച്ഛൻ മരിച്ചപ്പോൾ സ്വത്തുക്കൾ ഭാഗം വെക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണ്. ക്ഷമ കേട്ടില്ല. അമ്മ സ്വത്ത് മുഴുവൻ ഇവളുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് അഭിപ്രായക്കാരിയാണ്. എനിക്ക് ഗൾഫിൽ ജോലി ഉണ്ടല്ലോ, എനിക്കെന്തിനാ സ്വത്തെന്നാണ് അമ്മ ചോദിച്ചത്. സർ, എനിക്കും എൻ്റെതായ ഒരു നിലനിൽപ്പൊക്കെ വേണ്ടേ? ഞാൻ അമ്മയോട് ഈ വിഷയത്തിന്റെ പേരിൽ പലതവണ തർക്കിച്ചതാണ്. അമ്മ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു എന്നാണ്. അച്ഛൻ മരിച്ചു, വെറുതെ അച്ഛൻ്റെ പേര് പറഞ്ഞ് എല്ലാ സ്വത്തും ആൻസിക്ക് വേണ്ടി ചെലവഴിക്കാൻ അമ്മ പോവുകയാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് അമ്മയോടൊരു ദേഷ്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒരേ ഒരു പെങ്ങളാണ് അവനുള്ളത്. ആ പെങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടി ആ സ്വത്തുക്കൾ വിറ്റഴിക്കേണ്ടി വരും എന്ന് തോന്നിയപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ടിജോ കുര്യനെ അങ്ങനെ നിർനിമേഷിയായി നോക്കി നിൽക്കാൻ മാത്രമേ ആൻസിക്ക് അവ പറ്റുമായിരുന്നുള്ളൂ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ അവളുടെ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മയെ കൊല്ലാൻ വരെ തയ്യാറായെന്ന് അവളെങ്ങനെയാ വിശ്വസിക്കുക? അടുത്ത് നിൽക്കുന്ന സരസ്വതി അവളെ പക്ഷേ പെട്ടെന്ന് ചേർത്താൻ പിടിച്ചു. ശരിക്കും സരസ്വതി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആൻസി സരസ്വതി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരാളായി മാറുമെന്ന് അവളെങ്ങനെ കരുതുക? മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ്. കഥാവേദിയിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.